സർ, നമ്മുടെ ലോക്സഭാ മണ്ഡല പുനർനിർണയം ആരംഭിക്കാനിരിക്കുകയാണ്. ഇത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണ് ശക്തിപ്പെട്ടത്. ഇപ്പോഴിതാ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ മണ്ഡല പുനർനിർണയത്തിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. 7ഓളം മുഖ്യമന്ത്രിമാർക്ക്, BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചു. അവരുടെ ഒരു യോഗം വിളിച്ചിരിക്കുന്നു, ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു. കേന്ദ്രത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ പോവുകയാണ് സ്റ്റാലിൻ. എന്താണ് സാർ, മണ്ഡല പുനർനിർണയത്തെ സ്റ്റാലിൻ ഭയക്കുന്നോ അതോ സ്റ്റാലിൻ അതുപയോഗിച്ച് മറ്റെന്തെങ്കിലും നേട്ടം കൊയ്യാൻ ശ്രമിക്കുകയാണോ? ഈ മണ്ഡല പുനർനിർണയം ഒന്നും സ്റ്റാലിൻ്റെ വിഷയമല്ല. ഇപ്പം ഹിന്ദിക്കെതിരെ സ്റ്റാലിൻ ബഹളം ഉണ്ടാക്കുന്നു. എന്തെങ്കിലും ന്യായമുള്ള ബഹളമാണ്. അതൊരു അന്യായമായ ബഹളങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രഭാഷ എന്നുള്ള നിലയിൽ ഹിന്ദി പഠിക്കാതിരിക്കുക ചെയ്തതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കുന്നില്ല. ആളുകൾ ഇത്രയും ആവശ്യമുള്ളവർ പഠിക്കുന്നു, പഠിക്കാത്തവർ പഠിക്കുന്നു, ഇതൊന്നും കമ്പൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ എടുത്തുകൊണ്ട് വന്ന് വലിയ ബഹളം ഉണ്ടാക്കുന്ന സ്റ്റാലിൻ്റെ മോൻ ഒരു മറ്റേ ഇത് കൊണ്ടുവന്നല്ലോ, സനാതന ധർമ്മം എന്നൊക്കെ പറഞ്ഞ്, വൈറസ് എന്നൊക്കെ പറഞ്ഞ്, ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് വന്നല്ലോ. അപ്പോൾ BJPക്കെതിരെ ഉള്ള ഒരു ആൾക്കൂട്ടത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ രാഷ്ട്രീയ നേട്ടം. 100% രാഷ്ട്രീയ നേട്ടമാണ്. ഡീലിമിറ്റേഷനെ സംബന്ധിച്ച് എന്താണ് സാർ, ഇപ്പോൾ BJP ഇരുന്നാലും കോൺഗ്രസ് ഇരുന്നാലും തമ്പ് റൂൾസ് ഉണ്ടാക്കിയേ ചെയ്യാൻ പറ്റുള്ളൂ. തമ്പ് റൂൾസ് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ പ്രത്യേകിച്ച് അത് ഏറ്റവും പ്രധാന സ്റ്റാൻഡേർഡ് എന്താണ്? അതെല്ലാം ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് ഏറ്റവും പ്രധാന ഒരു തമ്പ് റൂൾ എന്താണ്? ജനസംഖ്യ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതലും വരുന്നത്. പിന്നെ ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകൾ കൂടി എടുക്കണം എന്നൊരു നിർദ്ദേശം പണ്ടേ ഉണ്ട്. പരമാവധി ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അതോടൊപ്പം തന്നെ റോഡ്, പുഴ, നദി ഇതൊക്കെ വെച്ചിരുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ വരാനുള്ള സൗകര്യം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത്. ഒരു തമ്പ് റൂൾ ഉണ്ട് അതിനകത്ത്. അത് വെച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പകരം മാറ്റി വെക്കണമെന്ന് പറയുന്ന ന്യായം ചോദ്യം ചെയ്യാൻ കഴിയുമല്ലോ. ചോദ്യം ചെയ്യാനല്ല, നമുക്ക് ഇത് ആഡ് ചെയ്യണം, ഇന്ന കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഇതിപ്പോൾ വിഷയം അതല്ല. ഇത് എണ്ണം എടുക്കുമ്പോൾ ഉത്തർപ്രദേശിനും മറ്റു സ്ഥലത്തേക്കും കൂടി പോകുമോ, നമ്മൾക്ക് കുറഞ്ഞു പോകുമോ, അങ്ങനെ പൊളിറ്റിക്കലായിട്ട് നമുക്ക് കുറഞ്ഞു പോയാൽ നമ്മുടെ എണ്ണം കുറയുമോ, ഇതാണ് വിഷയം. അവർ പ്രചരിപ്പിക്കുന്നത് 39 സീറ്റുള്ള തമിഴ്നാട്ടിന് അത് 32 സീറ്റായിട്ട് തീർച്ചയായിട്ടും കുറയും. മറ്റ് സ്റ്റേറ്റിന് കൂടും. കാരണം ജനസംഖ്യ ആനുപാതികമായിട്ടല്ല ഇത് ചെയ്യുന്നത്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇത്ര ജനസംഖ്യ. ഉദയനിധി പറഞ്ഞു, പുതുതായിട്ട് കല്യാണം കഴിക്കുന്ന ദമ്പതികൾക്ക് കൊടുത്ത ഉപദേശം പരമാവധി കുട്ടികളെ സൃഷ്ടിക്കാനാണ് പറയുന്നത്. അതൊക്കെ വളരെ ഇത്ര അശാസ്ത്രീയമായ ഉത്തരവും എന്താണ് ആഹ്വാനമാണ്. നമ്മളൊരു ഫെഡറൽ വ്യവസ്ഥയിൽ ഇരിക്കുന്ന രാജ്യമാണ്. ഇപ്പോൾ കേരളം പലപ്പോഴും പറയുന്ന ന്യായമുണ്ട്. കേരളം ഒരുപാട് കാര്യങ്ങൾ മുന്നിലായതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് രാജ്യം എന്നുള്ള നിലയിൽ പൈസ കണക്കാക്കുമ്പോൾ ചിലപ്പോൾ പൈസ അത്രയും കിട്ടണമെന്നില്ല. കേരളം തിരിച്ച് ചിന്തിക്കുക. കേരളം ഇപ്പോൾ കാസർഗോഡിന് സ്പെഷ്യൽ പൈസ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ലല്ലോ. ഇല്ല. കാരണം വളരെ പിന്നോക്കം നിൽക്കുന്ന ജില്ലയിൽ. അതെ. വയനാട് വളരെ പിന്നോക്കം നിൽക്കുന്ന ജില്ലയിൽ. ഇടുക്കി അവർക്ക് പ്രത്യേകിച്ച് പൈസ കൊടുക്കുന്നുണ്ട്. പത്തനംതിട്ട പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കുന്നില്ലല്ലോ. ഒരു കോമൺ സ്റ്റാൻഡേർഡ്, അതെ, എല്ലാവർക്കും ഒരു കോമൺ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ. അതുപോലെ രാജ്യത്തും അങ്ങനെ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ സ്പെഷ്യൽ ഇൻസെൻറ്റീവ് എന്നൊക്കെ പറയുന്ന എന്തെങ്കിലുമൊക്കെ ചില പ്രത്യേക സഹായങ്ങൾ കൊടുക്കുക. സ്പെഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന കാര്യം അതും പരിമിതമാണ്. ഇപ്പോൾ രാജ്യത്ത് ദാരിദ്ര്യം മാറ്റണം. ദാരിദ്ര്യം ഇല്ലാത്ത സ്ഥലത്തെ പൈസ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. പട്ടികജാതി പട്ടികവർഗ സേവനം രാജ്യത്ത് കൊണ്ടുവരണം. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഇല്ലാത്ത സ്ഥലത്ത് പൈസ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ കണക്കെടുക്കുമ്പോൾ അല്ല സാർ, അങ്ങ് പറഞ്ഞതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ കേരളത്തിൽ തന്നെ നമുക്കറിയാം, 2011 നിയമസഭാ മണ്ഡലങ്ങൾ പുനർനിർണയിക്കപ്പെട്ടു. വലിയ വ്യത്യാസം വന്നില്ലേ? പത്തനംതിട്ടയ്ക്ക് എണ്ണം കുറഞ്ഞു, അതേസമയം മലപ്പുറത്ത് കൂടി. ഇതെന്താ പിണറായി വിജയൻ ഇത് അംഗീകരിക്കുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഒരു സൗകര്യം കൂടെയൊക്കെ നോക്കും. അങ്ങനെയുണ്ട്. അത് ഇതിനകത്ത് ഒന്നും രാഷ്ട്രീയം ഇല്ലെന്ന് പറഞ്ഞാലും ഉദ്യോഗസ്ഥരല്ലേ ഇതൊക്കെ നോക്കുന്നത്. അങ്ങ് ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റാലിൻ എന്തോ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഇന്ത്യ മുന്നണിയുടെ നേതാവാൻ പറ്റുമോ? ഇപ്പൊ മമതാ ബാനർജി ഇടയ്ക്ക് ശ്രമിച്ചല്ലോ. മമതാ ബാനർജി ഇടയ്ക്ക് നമ്മുടെ രാഹുലിനെ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടേക്ക് സ്റ്റാലിന് വരാൻ പറ്റുമോ എന്നാണ് ചിന്തിക്കുന്നത്. കാരണം ഇവരെന്തിനാണ് ഈ കൺസോൾട്ടേഷൻ എന്ത് കാര്യം പറഞ്ഞാലും MLA മറ്റ് മുഖ്യമന്ത്രികൾ കത്തയക്കുക, അതിൻ്റെ ബഹളം കൂട്ടുക, സെമിനാർ നടത്തുക. എപ്പോഴും ഈ ഇഷ്യൂ പരിഹരിക്കണമെന്നുള്ളിടത്തല്ല അവരുടെ വിഷയം. ഇത് വേറെ രൂപത്തിലുണ്ടായി തൻ്റെ PR വർക്കും തൻ്റെ സ്ഥാനവും ഒക്കെ ഉറപ്പിക്കാനുള്ള ഓട്ടമാണ്. വിവാദം കത്തിച്ച് അതിൽ നിന്ന് മുതലെടുക്കുക. അതൊരു വേറെ പൊളിറ്റിക്സാണ്.
മനസ്സിലായില്ല. അപ്പോൾ ഇത് ഈ നാട്ടിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ കത്തിച്ചിട്ട് നേതാവാകും, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് സ്റ്റാലിൻ എടുക്കുന്നത്, പൊളിഞ്ഞു പോകുന്നത്. കാരണം സാർ അത് വീണ്ടും എനിക്ക് സംശയം വരുന്നത്, ഈ നമ്മൾ ദക്ഷിണേന്ത്യയിലേക്ക് വന്നാൽ ആന്ധ്ര ഇവരുടെ കൂടെ ഇല്ല, തെലങ്കാനയും കർണാടകയും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഇങ്ങനൊരു അജണ്ടയുമായിട്ട് പോയാൽ ഈ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയും കർണാടകയും എത്ര നാൾ ഇവർക്കൊപ്പം നിൽക്കും? അങ്ങനെ നിൽക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ തന്നെ കൺസ്ട്രക്ഷന് തന്നെ പ്രശ്നമുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല സ്റ്റേറ്റുകളിലും തമ്മിലടിക്കുന്ന ആളുകളെയാണ് അവർ ഒന്നിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ CPM മമതാ ബാനർജിയും തമ്മിൽ എവിടെ അടിക്കുന്നുണ്ട്? ബംഗാളിൽ അടിക്കുന്നുണ്ട്. കോൺഗ്രസും മമതാ ബാനർജിയും തമ്മിൽ ശത്രുക്കളാണ്. അവരാണ് ഒരു മുന്നണിയിൽ. അതെങ്ങനെ ശരിയാവുന്നത്? ഇവിടെ കോൺഗ്രസും CPM തമ്മിൽ അടിയാണ്, CPIയും കോൺഗ്രസും തമ്മിൽ അടിയാണ്. ഇവരെല്ലാം കൂടി അവിടെ വരുമ്പോൾ ഈ SUCI തന്നെ, ഇവിടെ ഇപ്പൊ സമരം പറഞ്ഞ ആശാവർക്ക് SUCI എന്നൊക്കെ അല്ലേ ആക്ഷേപിക്കുന്നത്. ഈ SUCI തന്നെ എവിടെയുണ്ട്? ബംഗാളിൽ ഈ ചേരിയിലുള്ളതാണ്. ഇടതുപക്ഷ ചേരിക്കകത്ത് നിൽക്കുന്ന ആളാണ് പല സ്ഥലത്തും. അതാണ് തമാശ. അപ്പൊ അതുകൊണ്ട് ഇതൊരു അവിയൽ മുന്നണിയാണ്, ഒരു ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു, അതായത് BJP എന്ന് പറയുന്ന ഒരു ശത്രുവിനെ എതിർക്കുന്ന എല്ലാവരും കൂടി ചേരുന്ന, ശത്രുവിന്റെ ശത്രുമിത്രം എന്നൊക്കെ പറയുന്ന BJP ഇതര കക്ഷി. പക്ഷെ അവിടെ പ്രശ്നം അവർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റില്ല. പലയിടത്തും അവർ പരസ്പര ശത്രുക്കളാണ്. പിന്നെ പല അജണ്ടകളുമാണ്. എല്ലാവർക്കും എന്താവണം? അടുത്ത മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി ആവണം, അല്ലെങ്കിൽ അത്ര അതിൻ്റെ ചീഫ് ആവണം. ഇതിനുള്ള ഓട്ടമാണ്. അപ്പം അതിന് ഏത് വിഷയത്തെ കിട്ടിയാലും എന്ത് ചെയ്യും? അവർ എടുത്തുപയോഗിച്ച് ആ രൂപത്തിലേക്ക് അതിനെ കൊണ്ടുപോകും. അപ്പോൾ ഹിന്ദി ഇതുപോലെയാണ്. നോർത്ത് ഇന്ത്യക്കാരും സൗത്ത് ഇന്ത്യക്കാരും ഹിന്ദി എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ വികാരം വരില്ലേ? തിരിച്ചൊരു വികാരം വരും. അവർ വേറെ ഏത് ഭാഷ പഠിക്കട്ടെ, അവരെന്തിനാണ് നമ്മളെ കൊണ്ടിത് പഠിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഞാൻ തിരിച്ചു പറയുന്ന ആളാണ്. കാരണം എന്താ പറയുക, എത്ര ഭാഷ കൂടുതൽ പഠിക്കുക അത്രയും നല്ലതാണ്. കാരണം ഇവിടുത്തെ മലയാളിക്ക് കൂടെ എത്ര ജോലി കിട്ടുന്നു. ഇവരൊക്കെ ബോംബെയിലും അവിടെ ഇവിടെയൊക്കെ പോയി കിടന്ന് ജോലി ചെയ്താണ് ജീവിക്കുന്നത്. ഹിന്ദി കൂടെ പഠിച്ചാൽ അത്രയും അവർക്ക് എന്ത് കിട്ടും? ഗുണമാണ്. അവർക്ക് ഗുണം കിട്ടുന്നല്ല, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി തിരിച്ച് ചിന്തിക്കുക. ഒരു ഫെഡറൽ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ നമ്മുടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തെ ഇതുമായിട്ട് എന്ത് ചെയ്യും? കൂട്ടിക്കെട്ടി വിവാദങ്ങൾ ഉണ്ടാക്കി, തർക്കങ്ങൾ ഉണ്ടാക്കി, അതിലൂടെ നേതാവാൻ പറ്റുമോ, വിവാദ നായകരായി നേതാവാൻ പറ്റുമോ എന്നുള്ളതാണ് സ്റ്റാലിൻ്റെ അന്വേഷണം. പക്ഷേ സ്റ്റാലിൻ അത് പൊളിഞ്ഞു. കാരണം സ്റ്റാലിൻ അങ്ങനെ ഒരു ഇന്ത്യ മുന്നണി നയിക്കുവാനുള്ള കപ്പാസിറ്റി കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല, ഇതിനകത്ത് നടത്തിയിട്ടില്ല. നമ്മൾ ഇദ്ദേഹം പോകുമെന്നൊക്കെ പറഞ്ഞെങ്കിലും, പിണറായി വിജയൻ പോകും എന്ന് പറഞ്ഞെങ്കിലും ഒരു കൃത്യമായൊരു ഫോളോ അപ്പ് വന്നിട്ടില്ല. വളരെ ഉറപ്പായിട്ട് പറഞ്ഞിട്ടില്ല പോകുമില്ല എന്ന്. ആദ്യഘട്ടത്തിൽ പോകുമെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അതങ്ങോട്ട് തണുത്തു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സ്റ്റാലിനി ചെയ്യുന്നത് ഡീലിമിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രോസസ്സാണ്, ഗവൺമെൻറ്റിൻ്റെ പ്രോസസ്സാണ്. അത് സ്വാഭാവികമായിട്ട് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുമായി പോകുമ്പോൾ അപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു എഡ്ജ് കിട്ടും, സ്വാഭാവികമായിട്ടൊരു എഡ്ജ് കിട്ടും. ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ DMK ഭരിക്കുമ്പോൾ ഇതുപോലത്തെ അവിടുത്തെ മറ്റേ ഇതുണ്ടല്ലോ, അവിടെ പഞ്ചായത്തിൻ്റെ പുനർനിർണ്ണയം വരുമ്പോൾ ഒരു അപ്പർ ഹാൻഡ്, നിയമസഭാ മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം വരുമ്പോഴൊരു അപ്പർ ഹാൻഡ് കിട്ടും. അത് സ്വാഭാവികമായിട്ട് കിട്ടുന്നതാണ്. പക്ഷെ അതിനപ്പുറമുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ, വയലേഷൻ, ഭയങ്കരമായ വയലേഷൻ ഉണ്ടെങ്കിൽ അത് ആ രൂപത്തിലാണ് ഉയർത്തി കാണിക്കേണ്ടത്. അതിനെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ വിളിക്കുന്നു, സെമിനാർ നടത്തുന്നു, ചർച്ചകൾ നടത്തുന്നു, അതിനെ മാക്സിമം രാഷ്ട്രീയമായി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ചിന്തിക്കുന്നത് അത് വേറെ അജണ്ടയാണ്. പക്ഷെ ആ അജണ്ട നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇപ്പോൾ സ്റ്റാലിൻ പയറ്റുന്നത്. അതാണ് ഈ പറഞ്ഞതുപോലെ മമതയും മറ്റുമൊക്കെ എത്ര കണ്ട് അതിനെ പിന്തുണയ്ക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യ വിഷയമാണ്. പക്ഷേ സാർ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ, കോൺഗ്രസ് ഇതുവരെ ഈ കാര്യത്തിൽ ഒരു കൃത്യമായ അഭിപ്രായം പറഞ്ഞു? അതങ്ങനെ അഭിപ്രായം പറയാൻ പറ്റും. കോൺഗ്രസിന് ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങൾ കോൺഗ്രസിനുണ്ടല്ലോ, അവിടെ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടെന്ന കാര്യം എങ്ങനെ അവിടെ നേതൃത്വം പറയുന്നത്? അതുകൊണ്ട് കോൺഗ്രസിനകത്ത് ന്യൂട്രൽ കളിക്കത്തേ ഉള്ളൂ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതായത് മഹാരാഷ്ട്ര മുതൽ അങ്ങോട്ട് മുകളിലോട്ട് കോൺഗ്രസിന് വലിയ സാധ്യത, തീർച്ചയായിട്ടും ഒരു പാൻ ഇന്ത്യൻ സ്വഭാവമുള്ള പാർട്ടിയാണ്. അപ്പൊ അവർക്കത് ഇതിനെ സംഘടിതമായിട്ട് പറയാൻ പറ്റത്തില്ല. തള്ളാനും വയ്യ, കൊള്ളാനും വയ്യാത്ത ഒരു അവസ്ഥയിലാണ്. തുപ്പാനും വയ്യ, ഇറക്കാനും വയ്യാത്ത സ്ഥിതിയിലാണ് അവർ നിൽക്കുന്നൊരു വേറെ മോഡിലാണ് നിൽക്കുന്നത്. അവർക്കത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഏതെങ്കിലുമൊക്കെ മണ്ഡലത്തിൽ ജയിക്കാൻ സാധിച്ചാൽ അവർക്ക് ഇതിന്റെ ഗുണം കിട്ടിയാലോ. നോർത്തിൽ ഗുണം കിട്ടിയാൽ അവർക്ക് ഭരണവും കിട്ടും. തിരിച്ചാണല്ലോ ഇപ്പോ സമാജ്വാദി പാർട്ടി, അതെ, അതുപോലെ തന്നെ NCP, അതുപോലെ മറ്റു പല ചെറിയ പാർട്ടികളുണ്ടല്ലോ ഉത്തരേന്ത്യയിൽ. ഇവരാരും തന്നെ ഈ പറയുന്നത് പോലെ സ്റ്റാലിന്റെ വാദത്തിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു. അവർക്ക് അനുകൂലിക്കാറില്ല. കാരണം അതല്ല അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യം ഇപ്പൊ സൗത്ത് ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നതല്ലേ. അത് അവരാരും വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ മുന്നണിയിലെ വിഷയമായിട്ട് ഇത് വരത്തില്ല. ഇത് ഇന്ത്യ മുഴുവൻ. അങ്ങനെയാണെങ്കിൽ സാർ ഇന്ത്യ മുന്നണി പിളർന്ന് മൂന്നാമതൊരു മുന്നണി ഉണ്ടാകുമോ? അത് പറയാൻ പറ്റത്തില്ല. കാര്യം ഇപ്പൊ ഒന്നാമത് ഇല്ലല്ലോ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ. നല്ല കൃത്യമായ ഒരു കോർഡിനേഷനും എല്ലാ മാസം കൂടലും ഒന്നുമില്ലല്ലോ. അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ.
പിന്നെ UPA എന്ന് പറയുന്നത് പിന്നെ വീണ്ടും ഒരു മൂന്നാം മുന്നണി എന്ന് വേണ്ടായിരുന്ന UPA തന്നെ എന്ത് ചെയ്താൽ മതിയായിരുന്നു? യുണൈറ്റഡ് പ്രോഗ്രസ് അലയൻസ് തന്നെ ശക്തിപ്പെടുത്തിയാൽ മതിയായിരുന്നു. അതെ. പിന്നെ ഒരു ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ ഇട്ട് അത് പക്ഷേ ഒരു ചത്ത മുന്നണി പോലെയല്ലേ. അതിനൊരു സാധ്യതയില്ലല്ലോ. ഇലക്ഷൻ വരുമ്പം തട്ടിക്കൂട്ടി വരുന്നു എന്നല്ലാതെ എല്ലാ മാസവും എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ ചർച്ചകളൊന്നും നടക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പോൾ വീണ്ടും മൂന്നാമതൊരു മുന്നണി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും ചിലപ്പോൾ സ്റ്റാലിൻ്റെയൊക്കെ ചിന്ത. ഇത്തരം നീക്കങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ഇനി അടുത്തൊരു കോൺഗ്രസ് വിരുദ്ധ, അതായത് BJP വിരുദ്ധ, കോൺഗ്രസ് വിരുദ്ധ മീൻസ് കോൺഗ്രസിനെ കൂടെ നിർത്തിക്കൊണ്ടുള്ള വിരുദ്ധ. കോൺഗ്രസിനെ കൂടെ നിർത്തും, പൊതുശത്രുവിനെ നേരിടാൻ കൂട്ടുപിടിച്ചിട്ട് ഇതിനെ ശത്രുവായിട്ട് നിർത്തിക്കൊണ്ടുള്ള ചില പുതിയ പരിപാടികളാണ് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഇതിൻ്റെ പേരിൽ വേണ്ടായിരുന്നു എന്നുള്ളതാണ്. ഡെലിമിറ്റേഷൻ വേറൊരു പ്രോസസ്സാണ്, രാജ്യത്ത് നടക്കുന്ന പ്രോസസ്സാണ്. അതിന് ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടും, എഡ്ജ് എപ്പോഴും കിട്ടും. അതിൻ്റെ തമ്പ് റൂൾസ്, അതിൻ്റെ നിയമാവലി ഉണ്ടല്ലോ, സ്റ്റാൻഡേർഡുകളുണ്ട്. ആ സ്റ്റാൻഡേർഡുകളെ സൂചകങ്ങളുണ്ട്. ആ സ്റ്റാൻഡേർഡ്സിനെ ചലഞ്ച് ചെയ്യുകയും അത് മാറ്റണമെന്ന് പറയുകയും ചെയ്യുന്നതാണ് വേണ്ടത്. അല്ല മറ്റേത് പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സ് ഗുണകരമായൊരു പൊളിറ്റിക്സും അല്ല, അത് ഒരു സ്പ്ലിറ്റപ്പ് പൊളിറ്റിക്സാണ്, ഡിവിഷണൽ പൊളിറ്റിക്സാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.